പെരുമ്പിയൻ സംഘടിപ്പിച്ച AC നാസർ അനുസ്മരണം വികാരനിർഭരമായ വേദിയായി മാറി. പെരുമ്പയുടെ ജീവകാരുണ്യ, പ്രകൃതി സംരക്ഷണ, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായി ഇടപെടുന്ന പെരുമ്പിയൻസ് കൂട്ടായ്മയുടെ സജീവ പ്രവർത്തകനും സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ അർപ്പിച്ച വ്യക്തിത്വമായിരുന്ന AC നാസറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് പെരുമ്പിയൻസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. പ്രിയപ്പെട്ട തന്റെ പെരുമാറ്റത്തിലൂടെയും സേവന പ്രവർത്തനങ്ങളിലൂടെയും ഈ നാടിനോടും ഈ സമൂഹത്തോടും പ്രതിബദ്ധതയിലൂടെ കാഴ്ചവെച്ച നിരവധി ഹൃദയങ്ങളാണ് ഇന്നലെ അവിടേക്ക് ഓടിയെത്തിയത്. ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം നടത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ വേർപാട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, പെരുമ്പിയൻസ് എന്ന പ്രസ്ഥാനത്തിനും പെരുമ്പ എന്ന നാടിന് ഒരു തീരാനഷ്ടം തന്നെയാണ്. പെരുമ്പ സ്റ്റീക്ക് ഹൗസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ KC അൻസാരി സ്വാഗതവും CV മുഹമ്മദ് അലി അധ്യക്ഷതയും വഹിച്ചു. ഖത്തീബ് കബീർ മുസലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വളരെ ദുഃഖസാന്ദ്രമായിരിക്കുന്ന വാർത്തയാണ് ഇന്നലെയുടെ പ്രഭാതത്തിൽ ഈ നാടിനെ തേടിയെത്തിയത്. 2 ദിവസം സത്യത്തിൽ മുൾമുനയിൽ ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു ശ്വാസത്തിൽ പിടിച്ചു നിർത്തിയ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷയുടെ ചെറിയൊരു നാമ്പ് എവിടെയോ കത്തി നിൽക്കുകയും ആ പ്രതീക്ഷ വാനോളം ഉയരുകയും ചെയ്ത സമയത്താണ് ഒറ്റയടിക്ക് ആ വാർത്ത രാവിലെ നമ്മയൊക്കെ തേടിയെത്തിയത്. പ്രതീക്ഷിക്കാത്ത ആ ഒരു വാർത്തയെ ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സത്യമായി മാറിയിരിക്കുകയാണ്. പെരുമ്പയെ സംബന്ധിച്ചിടത്തോളം പെരുമ്പയുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമുദായിക എല്ലായിടങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന കയ്യൊപ്പുകൾ കാണാൻ സാധ്യമായിട്ടുണ്ട്. അതിൽ കൂടുതലായി ഞാൻ മനസ്സിലാക്കിയത് ഒരു 6-8 വർഷത്തെ ഇടപെടലുകൾക്കിടയിലൂടെ ഞാൻ വായിച്ചെടുത്തത്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അശരണർക്ക് ആശ്വാസമേകുക, ആലംബഹീനർക്ക് അത്താണിയാവുക എന്നുള്ള ഒരു രീതിയെ അദ്ദേഹം അവലംബിച്ചു എന്നുള്ളതാണ്. ആരും അറിയാതെ ഒരുപാട് അഗതികളായ ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ കയ്യൊപ്പ് ചേർത്താൻ അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിലുള്ള ജീവിതം സാധ്യമാക്കി എന്നുള്ളത് ഇന്നലെ നമ്മൾ കണ്ട അഭൂതപൂർവമായിരിക്കുന്ന ആൾക്കൂട്ടം സാക്ഷ്യപ്പെടുത്തുന്നു. അതിലൊന്നൊരു കാര്യം നമ്മൾ വായിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിതത്തിൽ ഒരു ദിവസം നമ്മുടെയൊക്കെ ജീവിതം നാമമാത്രമായി പോയി. പക്ഷേ നമ്മൾ നടന്നു പോയിരിക്കുന്ന വഴികളിലെ കാൽപ്പാടുകൾ, ആ കാൽപ്പാടുകൾ അവിടെ തന്നെ ഉണ്ടാകും. അതിനെ കാണുന്നവർ, നോക്കുന്നവർ, പിന്തുടരുന്നവരെ നമുക്ക് കാണാൻ പറ്റും. കടലോരങ്ങളിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ നടന്നുപോയ മനുഷ്യനെ അന്വേഷിക്കുമ്പോൾ കാൽപ്പാടുകളാണ് നമ്മൾ അന്വേഷിക്കാറ്. അതുപോലെ ജീവിതമാകുന്ന ഈ തീരത്തിലൂടെ നമ്മൾ നടന്നകന്നു പോകുമ്പോൾ നമ്മുടെ കാൽപ്പാടുകൾ ആളുകൾക്ക് പിന്തുടരാൻ സാധ്യമാവണം. ആ ഒരു സാധ്യതയുടെ നാമമാണ് AC നാസർ എന്ന് പറയാൻ സാധിക്കും. നിസ്വാർത്ഥ സേവനവും സൗഹൃദപരമായ ഇടപെടലും സമൂഹത്തോടുള്ള അർപ്പണ ബോധവും കൊണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥാനം നേടിയ AC നാസറിന്റെ വിയോഗം പെരുമ്പിയൻസ് കുടുംബത്തിനും നാടിനാകെയും തീരാനഷ്ടമാണെന്ന് വാർഡ് കൗൺസിലറും ജമാഅത്ത് സെക്രട്ടറിയുമായ VKP ഇസ്മായിൽ പറഞ്ഞു. ഇവിടെ സ്റ്റേജിനേക്കാളും
ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തികളുള്ളത് സദസ്സിലാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്നലെ നമ്മളോട് വിട്ടുപിരിഞ്ഞ AC നാസറോടില്ല ആ സ്നേഹം പ്രകടിപ്പിക്കാനാണ്. ഒരുപക്ഷെ AC നാസർ സ്വന്തം കുടുംബത്തെക്കാൾ ഏറ്റവും സ്നേഹിച്ചത് സ്വന്തം സ്നേഹിതന്മാരെയാണ്. ഒരു വലിയ സുഹൃത്ത് വലയത്തിൻ്റെ ഉടമയായിരുന്നു ശ്രീ AC നാസർ. അദ്ദേഹത്തിൻ്റെ ജീവിതം 56 വർഷമേ ഉള്ളൂവെങ്കിലും ഒരുപാട് ഓളങ്ങൾ നിറഞ്ഞതാണ്. നിങ്ങൾക്കറിയാം, പെരുമ്പയിലെ ഓരോ മണ്ണിലും അദ്ദേഹത്തിൻ്റെ കഥ പറയാനുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, AC നാസർ ഇന്നലെ അദ്ദേഹത്തിന് വിട ചൊല്ലുമ്പോൾ പെരുമ്പ ജുമാഅത്ത് പള്ളിയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ പള്ളിയുടെ ഉൾവശം പോരാ, അതിൻ്റെ മുകളിലും അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ ആൾ കൂടി എന്ന് പറയുമ്പോൾ അത് പെരുമ്പയുടെ ഒരു ചരിത്രമാണ്. അത്രയും ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി അല്ലാഹു വർഹംഹു വഅഫു അൻഹു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ പുറമെ ഒരു വെള്ളിയാഴ്ച രാവ് അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഒരുപാട് നന്മയുടെ കൂമ്പാരം തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒരു കൈ ചെയ്യുന്നത് മറുകൈ അറിയാതെയാവണം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കും വിധം യാതൊരു വിധ ലാഭേച്ഛയുമില്ലാതെയാണ് സമൂഹത്തിൻ്റെ നന്മയ്ക്കും അശരണരുടെ ആശ്വാസത്തിനുമായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതെന്നും ഏറ്റവും അടുത്തവരോട് പോലും അദ്ദേഹം ഇക്കാര്യം പറയാറില്ലെന്നും ചിലർ അനുസ്മരിച്ചു. ഇവിടെ കുറിച്ച് എല്ലാവരും അനുസ്മരിക്കും. നിലപാടിൻ്റെ രാജകുമാരനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ പറയാം. കാരണം അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയോ ഒന്നും തന്നെ നോക്കാതെ അദ്ദേഹം ഒരു നിലപാട് പറയും. ആ നിലപാട് എല്ലാവർക്കും അനുകൂലമായ തരത്തിലുള്ള ഒരു വലിയൊരു നിലപാട് തന്നെയായിരുന്നു. അദ്ദേഹവുമായിട്ട് ഏകദേശം 5-10 വർഷത്തെ പരിചയം ഉണ്ടായ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത്, ഞാൻ 2 പ്രാവശ്യം മത്സരിക്കുമ്പോൾ എൻ്റെ കൂടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ട് കയറില്ല നാസർക്ക് കയറിയതിന് ശേഷമാണ് ഞാൻ കയറുന്നത്. കാരണം ഇവിടുത്തെ ജനങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുമായിട്ടും കുടുംബങ്ങളുമായിട്ടും നാസർക്കയുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം അത് പറഞ്ഞറിയിക്കാൻ തീരാത്തൊരു സംഭവം തന്നെ. എല്ലാവരും ഇവിടുന്ന് പോകേണ്ടവരാണ്. പോകുന്ന സമയത്ത് ഇവിടെ അവശേഷിക്കുന്ന നമ്മുടെ ഓർമ്മകൾ, ചില വ്യക്തികൾ മരണപ്പെട്ടാൽ ചിലത് അവരുടെ കുടുംബത്തിന് മാത്രമേ നഷ്ടമായിട്ട് വരുള്ളൂ. പക്ഷേ സമൂഹത്തിന്, നാടിന് മുഴുവൻ നഷ്ടം വരിക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ്. നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു വേദന. സർവശക്തനായ അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസയോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. പലകുറി തമാശയാണെങ്കിലും ഞാൻ മരിച്ചാൽ നീ എന്താണ് എഴുതലെന്ന് തമാശ രൂപ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറിച്ച് എഴുതേണ്ടി വന്നല്ലോ എന്നത് ദുഃഖമാണ്. കൂടുതൽ പറയാൻ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നിങ്ങളോടൊക്കെ നിങ്ങളെല്ലാ പ്രാർത്ഥന വേളകളിലും അദ്ദേഹത്തെ നിങ്ങൾ സ്മരിക്കണം എന്ന് മാത്രം ഒരു വ്യക്തിയുടെ വേർപാട് ഒരു കുടുംബത്തിൻ്റേത് മാത്രമാവാതെ ഒരു നാടിൻ്റെ തന്നെ നഷ്ടമാകുമ്പോഴാണ് അവരെ നമ്മൾ അനുസ്മരിക്കുന്നതെന്നും എത്ര പണം സമ്പാദിച്ചു എന്നതല്ല, എത്ര പേരുടെ മനസ്സിൽ ഇടം നേടി എന്നതാണ് ഒരാളെ വലിയവനാക്കുന്നതെന്നും അത്തരത്തിലൊരു വ്യക്തിത്വമാണ് AC നാസറിൻ്റേതെന്നുമാണ് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടത്. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ എത്ര ധനം സമ്പാദിച്ചു, എത്ര സ്വത്ത് സമ്പാദിച്ചു എന്നതിലല്ല കാര്യം. നമ്മുടെ വളരെ ചുരുങ്ങിയ ജീവിതകാലത്തിനിടയിൽ നാം നമ്മുടെ സമൂഹത്തിനിടയിൽ എങ്ങനെ ജീവിച്ചു, ആർക്കു വേണ്ടി ജീവിച്ചു, എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. ഒരാൾ ഒരു പിന്നീട് രീതിയിൽ ഒരു സംസാരമോ കാര്യങ്ങളോ അദ്ദേഹത്തിന് പക്കൽ നിന്ന് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഏതൊരാളെയും അവരുടെ കൈപ്പൊളിക്കളിക്കാൻ നോക്കിയിട്ട് പെരുമാറുമായിട്ട് ഇത് ഇത്രയും തരത്തിൽ
ആ ഒരു അദ്ദേഹത്തിനുണ്ടായിരുന്നത് പോലെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലകൊള്ളു പെരുമ്പയുടെ ഓരോ മണൽത്തരികളിലും നിറഞ്ഞു നിന്ന നാസർക്ക നാം മനസ്സിലാക്കിയതിനും അപ്പുറമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും പൊതുപ്രശ്നങ്ങളിൽ മാത്രമല്ല ഓരോ കുഞ്ഞു കുടുംബ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ട് അവ പരിഹരിക്കുന്നതിനുള്ള നാസർക്കയുടെ കഴിവ് ശ്ലാഘനീയമാണെന്നും ഏറ്റവും അടുത്ത കൂട്ടുകാരും അഭിപ്രായപ്പെട്ടു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണശേഷം അവനെ കുറിച്ച് ആരൊക്കെ എന്ത് നല്ലത് പറയുന്നു അതാണ് അവന്റെ നാളത്തെ ജീവിതത്തിന്റെ നേട്ടം. എത്ര കാലം ജീവിച്ചു എന്നതിനെല്ലാം മറിച്ച് ജീവിച്ച ആ കാലയളവിൽ സമൂഹത്തോട് എന്ത് ബാധ്യത നീ നിറവേറ്റി എന്നുള്ളതാണ് പ്രാധാന്യം. അതിൻ്റെ ഒരു വ്യക്തമായ തെളിവായിരുന്നു ഇന്നലത്തെ ആ ജനസാഗരം. അതാ ഞാൻ പറയുന്നത്, മനുഷ്യപരമായിട്ട് അവന്റെ ഇടപെടൽ അത് ഈ സമൂഹത്തിന് വളരെയധികം നന്മകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജീവിച്ച കാലത്തേക്കാൾ ഇൻഷാ അല്ലാഹ് നാളെ മഹ്ശറിൽ അവന്റെ ജീവിതം ധന്യമാവട്ടെ, അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചർമ്മാർമ്മം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. തമ്പാൻ, വി കെ ഷാഫി, ബിജു, ഇഖ്ബാൽ പോപ്പുലർ, പ്രകാശ് ബാബു, എസ് കെ മുഹമ്മദ് എന്നിവർ ഉൾപ്പെടെ പെരുമ്പയിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ AC നാസറിനെ അനുസ്മരിച്ച് സംസാരിച്ചു. ഷറഫുദ്ദീൻ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. NK സുൽഫിക്കർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.